നമസ്കാരം. ഗോൾഡൻ എപ്പിസോഡ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ 2 ഭാഗങ്ങൾ നമ്മൾ കേട്ടു. അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് സിന്ധു നദീ സംസ്കാരവുമായി ബന്ധപ്പെടുത്തി അവസാനം പറഞ്ഞു നിർത്തിയത് സിന്ധു നദീതട നിവാസികളുടെ പ്രധാനപ്പെട്ട തൊഴിൽ കൃഷിയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഏറ്റവും വലിയൊരു തെളിവാണ് പരുത്തി കൃഷിയുടെ എവിഡൻസ് കണ്ടെത്തിയ സിന്ധു നദീതട മേഖല എന്നാണ് ഹാരപ്പെ നമ്മൾ പഠിക്കുകയും ചെയ്തു. അതുകൊണ്ട് ലോകത്തിലാദ്യമായി പരുത്തി കൃഷി നടത്തിയ ജനസംസ്കാരം എന്നും സിന്ധു നദീതട സംസ്കാരത്തെ വിശേഷിപ്പിച്ചിരുന്നതായിട്ടും നമ്മൾ കേട്ടു. ഇതിന് ഏറ്റവും വലിയ തെളിവാണ് സിന്ധു നദീതട കാലയളവിൽ സിന്ധം എന്ന പേരിൽ ഗ്രീക്കുകാരും മെസപ്പൊട്ടോമിയൻ നിവാസികളും ഗ്രീക്ക് സംസ്കാരവും മെസപ്പൊട്ടോമിയൻ നിവാസികളും സിന്ധം എന്ന് വിശേഷിപ്പിച്ചത് ഈ പരുത്തിയായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സിന്ധു നദീതട നിവാസികളുടെ കാലത്ത് പ്രചരിച്ച ഈ പരുത്തി എന്ന വസ്തുവിനെ മെസപ്പൊട്ടോമിയൻ നിവാസികളും ഗ്രീക്കുകാരും അന്ന് വിശേഷിപ്പിച്ചത് സിന്ധം എന്നാണ് വിശേഷിപ്പിച്ചത്. SINDHUM സിന്ധം എന്ന വിളിപ്പേരിലാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി നടത്തിയ ജനസംസ്കാരം എന്നൊരു വിളിപ്പേരും സിന്ധു നദീതട സംസ്കാരത്തിന് ലഭിച്ചു നമ്മൾ കേട്ടതാണ്. ഇതേപോലെ തന്നെ നമ്മുടെ പുരാവസ്തു ഗവേഷകർ കൂടുതൽ ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിൽ ഏർപ്പെട്ടപ്പോൾ സിന്ധു നദീതട നിവാസികളുടെ പ്രധാനപ്പെട്ട തൊഴിൽ കൃഷിയായിരുന്നതിന് തെളിവുമായി കൂടുതൽ രേഖകൾ ലഭ്യമാകാൻ തുടങ്ങി. ഇതിൽ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു നെൽകൃഷിയുടെ തെളിവ് ലഭിച്ച സിന്ധു നദീതട മേഖലകൾ. ഒന്ന് ലോക്തലും മറ്റൊന്നായിരുന്നു റാങ്പൂർ എന്നറിയപ്പെടും. നെൽകൃഷിയുടെ തെളിവ് ലഭിച്ച സിന്ധു നദീതട മേഖലകളാണ് ഗുജറാത്തിലെ ലോക്തലും മറ്റൊരു സൈറ്റ് റാങ്പൂർ RANGPUR. റാങ്പൂറും ഗുജറാത്തിൽ തന്നെയാണ് അല്ലേ. ഈ 2 സൈറ്റുകളിൽ നിന്നും നമ്മുടെ നെൽകൃഷിയുമായി റൈസ് കൾട്ടിവേഷൻ്റെ എവിഡൻസ് കണ്ടെത്തിയ സൈറ്റ് ആയിരുന്നു ലോക്തലും റാങ്പൂറും. ഇതേപോലെ തന്നെ ബാർലി കൃഷിയുടെ തെളിവ് ലഭിച്ച സിന്ധു നദീതട മേഖല ബൺവാലി എന്ന സൈറ്റിൽ നിന്നാണ്. ബാർലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഉത്തരേന്ത്യയിലെ പ്രമുഖ ഭക്ഷ്യവിളകളിൽപ്പെടുന്നതാണ്. ബാർലിയും റവയും മൈദയും ചോളവും എന്നൊക്കെ അറിയാം. ഇതിൽ ബാർലി കൃഷിയുടെ തെളിവ് വെച്ച സിന്ധു നദീ മേഖല ബൺവാലിയാണ്. ബൺവാലി എവിടെയാണ്? നമ്മൾ ആദ്യ എപ്പിസോഡ് പഠിച്ചു, ഹരിയാനയിലായിരുന്നു നമ്മൾ കേട്ടു. അങ്ങനെ വന്നപ്പോൾ ബാർലി കൃഷിയുടെ എവിഡൻസ് കണ്ടെത്തിയ സൈറ്റും ബൺവാലി. ഇതേപോലെ തന്നെ കൃഷിക്ക് ഉപയോഗപ്രദമാക്കുന്നതിന് വേണ്ടി ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന പാടശേഖരത്തിന്റെ തെളിവ് കണ്ടെത്തിയ സിന്ധു നദീതട മേഖലയായിരുന്നു കാളിബംഗാൻ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന പാടശേഖരത്തിന്റെ തെളിവ് കണ്ടെത്തിയ സിന്ധു നദീതട മേഖല രാജസ്ഥാനിലെ കാളിബംഗാൻ എന്ന സൈറ്റാണ്. എന്താണ് ഉഴുതുമറിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏവർക്കൊക്കെ അറിയാം. പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരുടെ പ്രധാനപ്പെട്ട തൊഴിൽ കൃഷിയായിരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ചിങ്ങമാസമോ മകരമാസമോ ഒക്കെ കഴിയുമ്പോൾ വയലേലകളെല്ലാം കൊയ്ത്തു കഴിഞ്ഞിട്ട് കുറേ കാലത്തേക്ക് നമ്മുടെ പൂർവികർ കൃഷിയിടങ്ങൾ തരിച്ചിടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളവർ കാണും. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലക്ഷ്യമുണ്ട്. ഇത്ര കുറച്ച് ദിവസം തരിച്ചിടുമ്പോൾ പാഴ്വിളകളുണ്ടെങ്കിൽ ഈ കളകളെല്ലാം വളർന്നു പൊങ്ങും. എന്നിട്ട് കാളയും കലപ്പയും ഉപയോഗിച്ച് ഈ പാടശേഖരം ഉഴുതുമറിക്കുമ്പോൾ ഈ കളകളെല്ലാം ഉഴുതുമറിക്കുകയും അതുവഴി പിന്നെ 2 ദിവസം വെയിലൂടേറ്റ് കഴിയുമ്പോൾ ഈ കളകളെല്ലാം എന്ത് ചെയ്ത് കരിഞ്ഞുണങ്ങി നശിച്ചു പോകും. അങ്ങനെ വീണ്ടും വിത്ത് വിതയ്ക്കുമ്പോൾ ഈ കളകളുടെ ശല്യം, പാഴ്വിളകളുടെ ശല്യം രൂക്ഷമാകത്തില്ല. പിന്നീട് ഉഴുതുമറിക്കുന്നതിൻ്റെ മറ്റു ലക്ഷ്യം, നമ്മൾ അടുത്തായിട്ട് വിത്ത് വിതയ്ക്കുമ്പോൾ ഈ വിത്തിൻ്റെ വേര് ആഴ്ന്ന് മണ്ണിലിറങ്ങാൻ ഉഴുതുമറിക്കുന്നതുകൊണ്ട് സഹായകരമാവുകയും ചെയ്യും. അതിന് തെളിവുമായിട്ടാണ് ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന പാടശേഖരത്തിൻ്റെ തെളിവ് കണ്ടെത്തിയ സിന്ധു നദീതട മേഖലയും കാളിബംഗാൻ ആയിരുന്നു. ഇതേപോലെ വീണ്ടും നമ്മുടെ പുരാവസ്തു ഗവേഷകർ സിന്ധു നദീതട മേഖലകളിൽ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പുരാവസ്തു ഗവേഷകരെ അമ്പരപ്പിക്കുന്ന പല വസ്തുതകളും പിന്നെയും കണ്ടെത്തുകയുണ്ടായി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിലേറ്റവും വലിയൊരു തെളിവായിരുന്നു സിന്ധു നദീതട നിവാസികൾ വിനോദോപാധികളിൽ ഏർപ്പെട്ടിരുന്നു എന്നതിന് തെളിവുമായി ചെസ് എന്ന വിനോദോപാധിയുടെ എവിഡൻസ് കണ്ടെത്തിയ സിന്ധു നദീതട മേഖലയായിരുന്നു ലോത്തൽ എന്നറിയപ്പെടും. ചെസ്സിന്റെ എവിഡൻസ്, ചെസ്സുമായി ബന്ധപ്പെട്ട, നമ്മൾ ചെസ്സിന് ഉപയോഗിക്കുന്ന കരുക്കൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഈ ചെസ്സുമായി ബന്ധപ്പെട്ട എവിഡൻസ് കണ്ടെത്തിയ സിന്ധു നദീതട മേഖല ഗുജറാത്തിലെ ലോത്തൽ എന്നൊരു സൈറ്റാണ്. ഇനി ചെസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നും നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ബൗദ്ധിക ഗെയിം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെസ്സിനെ അല്ലേ. ബാക്കി ഭൂരിഭാഗം ഗെയിമുകളും നമ്മുടെ കൈയുടെ കാലിൻ്റെ ബലത്തിൻ്റെ അല്ലെങ്കിൽ കായിക ശക്തി ഉപയോഗിച്ചാണ്. നമ്മൾ ക്രിക്കറ്റും ഫുട്ബോളും ഹോക്കിയൊക്കെ നമ്മുടെ കായിക ശക്തിയിലൂടെയാണ് ഏർപ്പെടുന്നതെങ്കിൽ നേരെ മറിച്ച് മെൻ്റൽ എബിലിറ്റി അപ്ലൈ ചെയ്ത് ഏർപ്പെടുന്ന ഗെയിമാണ് ചെസ്.
ആ ചെസ് എന്ന വിനോദോപാധിയിൽ പോലും സിന്ധു നദീതട നിവാസികൾക്ക് പരിചയമുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ലോത്തിൽ നിന്ന് ലഭിച്ച എവിഡൻസ് കണ്ടെത്തിയത്. അങ്ങനെ വന്നപ്പോഴാണ് ചെസ്സിൻ്റെ മാതൃരാജ്യം എന്നൊരു വിളിപ്പേരും അതുവഴി നമ്മുടെ ഇന്ത്യക്ക് തന്നെ ലഭിച്ചു. മദർ ലാൻഡ് ഓഫ് ചെസ് അല്ലേ. ചെസ് ആദ്യമായി ലോകത്ത് ഉത്ഭവിച്ചത് അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അല്ലേ. പണ്ട് നമ്മൾ ചെസ്സിനെ നമ്മുടെ മുൻകാലങ്ങളിൽ ചതുരംഗം എന്നൊരു വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്നു. ഈ ചതുരംഗമാണ് ഇന്ന് നമ്മൾ ആധുനിക യുഗത്തിൽ കാണുന്ന ചെസ്സിൻ്റെ മറ്റൊരു രൂപാന്തരമായിരുന്നു ഈ ചതുരംഗം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആ ചെസ്സുമായി ബന്ധപ്പെട്ട എവിഡൻസ് ലഭിച്ച സിന്ധു നദീതട മേഖല ഗുജറാത്തിലെ ലോത്തൽ എന്ന സൈറ്റിൽ നിന്നാണ്. ഇതേ ലോത്തിൽ നിന്നും വീണ്ടും പുരാവസ്തു ഗവേഷകർക്ക് സഹായകരമായ മറ്റൊരു എവിഡൻസ് വീണ്ടും കണ്ടെത്തി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്ധു നദീതട നിവാസികൾ അളവ് തൂക്ക സംവിധാനങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയിരുന്നതിന്റെ തെളിവുമായി മെഷറിംഗ് സ്കെയിലിന്റെ തെളിവ് ലഭിച്ച സ്കെയിലുമായി ബന്ധപ്പെട്ട എവിഡൻസ് കണ്ടെത്തിയ സിന്ധു നദീതട മേഖല ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഗുജറാത്തിലെ ലോത്തലാണ് അല്ലെ. നമ്മൾ മെഷറിംഗ് സ്കെയിൽ ഇന്ന് കാണുന്ന പോലെ രീതിയിലുള്ള സ്കെയിൽ ആയിരിക്കത്തില്ലെങ്കിലും പണ്ടൊക്കെ നമ്മുടെ പൂർവികർ തോതെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തോത് ഉപയോഗിക്കുക അല്ലെ. ആ തോത് ആണ് പിൽക്കാലത്ത് നമ്മൾ സ്കെയിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാം. അങ്ങനെ സിന്ധു നിവാസികൾ അളവ് തൂക്ക സംവിധാനങ്ങൾക്ക് പ്രാമുഖ്യമായി നൽകിയിരുന്നു എന്നതിന്റെ തെളിവുമായി ഈ പറഞ്ഞ എവിഡൻസ് ലഭിച്ചു. ഏതാണ് മെഷറിംഗ് സ്കെയിലിന്റെ എവിഡൻസും ലോത്തിൽ നിന്ന് ലഭിച്ചു. ഇതേ ലോത്തിൽ നിന്നാണ് നമ്മുടെ പുരാവസ്തു ഗവേഷക ലോകത്ത് ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ച ഒരു എവിഡൻസും പിന്നീട് ലഭിച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിമണ്ണിൽ തീർത്ത കപ്പലിന്റെ ശില്പം കണ്ടെത്തിയ സിന്ധു നദീതട മേഖലയെന്നും ലോത്തലിനെ വിശേഷിപ്പിക്കപ്പെട്ടു. ദ ടെറാക്കോട്ട മോഡൽ ഓഫ് ഷിപ്പ് ആൾസോ ഫൗണ്ടഡ് അറ്റ് ലോത്തൽ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കളിമണ്ണിൽ തീർത്ത കപ്പലിന്റെ ശില്പം കണ്ടെത്തിയ സിന്ധു നദീതട മേഖലയും ലോത്തലാണ്. ഇനി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുജറാത്തിലെ ലോത്തൽ മേഖലയിൽ പുരാവസ്തു ഗവേഷകർ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോത്തലിന്റെ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയ എവിഡൻസ് ആണ് ഒരു ശില്പം കണ്ടെത്തി. അത് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ശില്പം കണ്ടെത്തി. ഈ ശില്പത്തിന്റെ ഘടന പരിശോധിച്ചപ്പോൾ ഒരു ചെറിയ കപ്പലിന്റെ രൂപത്തിലായിരുന്നു, അല്ലെങ്കിൽ പായ്വഞ്ചിയുടെ രൂപത്തിലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഈ കപ്പലിന്റെ ഷേപ്പ് കണ്ടെത്തിയപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന പോലെ വലിയ കപ്പലുകൾ ഒന്നും ആയിരിക്കത്തില്ലെങ്കിലും കപ്പലിന്റെ ഷേപ്പ് കണ്ടെത്തിയപ്പോൾ പുരാവസ്തു ഗവേഷകർ എന്തു അനുമാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്ധു നദീതട നിവാസികൾ കപ്പൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നു. അതായത് നേരത്തെ പറഞ്ഞു ഇന്ന് നമ്മൾ കാണുന്ന പോലെ കപ്പലുകളായിരിക്കത്തില്ല, കപ്പലിന്റെ പഴയ പ്രാകൃത രൂപമൊക്കെ നമുക്കൊക്കെ കേട്ടിട്ടുണ്ടാകും, കഥകളിലൊക്കെ നമ്മൾ വായിച്ചുള്ളവർ കാണാം, പായ്വഞ്ചികൾ. അങ്ങനെയുള്ള ഈ കപ്പലിന്റെ എവിഡൻസ് കണ്ടെത്തിയ സിന്ധു നദീതട മേഖലയും ലോത്തലാണ്. അപ്പോഴാണ് ഈ ലോത്തലിനെ കുറിച്ച് കൂടുതൽ പര്യവേക്ഷണത്തിൽ ഏർപ്പെടുവാൻ നമ്മുടെ പുരാവസ്തു ഗവേഷകരെ വീണ്ടും പ്രേരിപ്പിച്ചു. അങ്ങനെ വന്നപ്പോൾ ഈ ലോത്തലിൽ കൂടുതൽ പര്യവേഷണം നടത്തിയപ്പോൾ സിന്ധു നദീതട നിവാസികളുടെ തുറമുഖ നഗരം എന്നും ഇതിനെ വിശേഷിപ്പിച്ചു ലോത്തലിനെ കണ്ടെത്താൻ കഴിഞ്ഞു. സിന്ധു നദീതട നിവാസികളുടെ തുറമുഖ നഗരം ആയിട്ടാണ് ഇതിനെ കണ്ടെത്താൻ കഴിഞ്ഞത് ലോത്തലിന്. സാധാരണഗതിയിൽ നമ്മൾ തുറമുഖങ്ങളിലാണ് എന്തെടുക്കുന്നത് നമുക്കറിയാം, കപ്പലുകൾ എടുക്കുന്നത് അല്ലേ. ഈ കപ്പലിന്റെ പഴയ രൂപാന്തരം നമ്മൾ കാണുന്ന വലിയ വലിയ കപ്പലുകളിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പഴയ കപ്പലുകൾ ഈ ലോത്തൽ റീജിയനിൽ വന്നെടുക്കുന്നത് സിന്ധു നിവാസികൾ കണ്ടു കാണും അല്ലെ. അതുകൊണ്ടാണ് അത് കപ്പലിന്റെ ഷേപ്പിൽ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചു. നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിടയ്ക്ക് ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ നമ്മൾ ദിവസവും കാണുന്ന വലിയ വാഹനങ്ങളോ വലിയ മൃഗങ്ങളോ ഇല്ല അതേപോലെ അതുമായി ബന്ധപ്പെട്ട നമുക്ക് സുപരിചിതമായ എന്തിൻ്റെങ്കിലും ചിത്രങ്ങളായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. അല്ലാതെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ജീവിയുടെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഏറെക്കുറെ അസാധ്യമാണ്. ഇതേപോലെയാണ് സിന്ധു നദീതട നിവാസികൾ കപ്പൽ കണ്ടിട്ടുണ്ടായിരുന്നവരായിരിക്കാം. അതിൻ്റെ പേരിലായിരുന്നു അവർ കപ്പലിന്റെ ശില്പം കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ശില്പം ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുരാവസ്തു ഗവേഷകരെ വീണ്ടും അമ്പരപ്പിച്ചൊരു കണ്ടെത്തലാണ് സിന്ധു നിവാസികളുടെ തുറമുഖ നഗരമെന്നും ഇതിനെ വിശേഷിപ്പിച്ചു ലോത്തലിനെ അല്ലെ. അങ്ങനെ വന്നപ്പോൾ ഈ ലോത്തലിൽ വീണ്ടും കൂടുതൽ പര്യവേക്ഷണത്തിൽ ഏർപ്പെട്ട പുരാവസ്തു ഗവേഷകർ വീണ്ടും ഒരു വസ്തുത കണ്ടെത്തി. സിന്ധു നദിയുടെ നിവാസികളുടെ വ്യാപാര കേന്ദ്രം എന്നും ഇതിനെ വിശേഷിപ്പിച്ചു ലോത്തലിനെ. സിന്ധു നദീതട കാലയളവിലെ വ്യാപാര കേന്ദ്രം എന്നും ഇതിനെ വിശേഷിപ്പിച്ചു എന്ന് വെച്ചാൽ ലോത്തൽ. നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കൊച്ചി ഒരു തുറമുഖ നഗരമാണ്, അതേപോലെ തന്നെ വ്യാപാര കേന്ദ്രവുമാണ് അല്ലെ. നമ്മുടെ വിദേശ രാജ്യങ്ങളുമായി ഇറക്കുമതിക്കും കയറ്റുമതിക്കും നമ്മൾ ഏത് തുറമുഖത്തെ നമ്മൾ ആശ്രയിക്കാറുണ്ട്? കൊച്ചി തുറമുഖത്തെ ആശ്രയിക്കാറുണ്ട്. ഇതേപോലെ സിന്ധു നിവാസികളുടെ തുറമുഖ നഗരവും വ്യാപാര കേന്ദ്രവുമൊക്കെയായിരുന്നു ഏതെന്ന് കണ്ടെത്തി ലോത്തൽ. അപ്പോൾ വീണ്ടും നമ്മുടെ പുരാവസ്തു വശം ഒന്നുകൂടെ കടന്നു ചിന്തിക്കാൻ തുടങ്ങി. നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഭൂപ്രദേശങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ സാധാരണഗതിയിൽ കപ്പലുകളുടെ ആവശ്യമില്ല. ഇനി ഏതെങ്കിലും വിദേശ രാജ്യങ്ങളുമായിട്ട് സിന്ധു നദീതട നിവാസികൾക്ക്
വ്യാപാര ബന്ധമുണ്ടായിരുന്നോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയായിരുന്നു പുരാവസ്തു ഗവേഷകരുടെ അടുത്ത ഉദ്യമം. ആ ഉദ്യമത്തിൽ അവർ വിജയിക്കുന്നൊരവസ്ഥയും സംഭവിച്ചു. അങ്ങനെയാണ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ അടുത്തൊരു വസ്തുതയാണ് സിന്ധു നദീതട നിവാസികൾക്ക് വ്യാപാര ബന്ധമുണ്ടായിരുന്ന വിദേശ സംസ്കാരം എന്നറിയപ്പെടുന്നത് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ ആയിരുന്നു. സിന്ധു നദീതട നിവാസികൾക്ക് വ്യാപാര ബന്ധമുണ്ടായിരുന്ന വിദേശ സംസ്കാരം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആണ്. ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ ഏകദേശം 90% അവശിഷ്ടങ്ങളും കണ്ടെത്തിയ ആധുനിക രാജ്യമാണ് ഇറാഖ് എന്നറിയപ്പെടും. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ആധുനിക രാജ്യം ഏതെന്ന് വെച്ചാൽ ഇറാഖാണ്. ഏകദേശം 90% ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട എവിഡൻസ് ഇറാഖിൽ നിന്ന് ലഭിച്ചുവെങ്കിൽ 10% താഴെ ഇറാനിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ അവശിഷ്ടം കണ്ടെത്തിയ ആധുനിക രാജ്യം എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ ആൻസർ കൊടുക്കുന്നത് ഇറാഖിനായിരുന്നു. അല്ലേ? ഇനി അങ്ങനെയുള്ള ഈ മെസപ്പൊട്ടോമിയ എന്നാൽ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നദികൾക്കിടയിലുള്ളത് എന്നാണ് ഏത് വാക്കിന്റെ അർത്ഥം. മെസപ്പൊട്ടോമിയ, the word Mesopotamia means between 2 rivers, 2 നദികൾക്കിടയിലുള്ളത്. ഏതൊക്കെ 2 നദികൾക്കിടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടൈഗ്രീസ് നദിയും മറുഭാഗത്ത് യൂഫ്രട്ടീസ് നദിയും. ഒരു ഭാഗത്ത് ടൈഗ്രീസ് നദിയും മറുഭാഗത്ത് യൂഫ്രട്ടീസ് നദിയും. ഈ 2 നദികൾക്കിടയിൽ വിശാലമായൊരു ഭൂപ്രദേശം വ്യാപിച്ചു കിടക്കുന്നു. ഈ ഭൂപ്രദേശത്ത് അധിവസിക്കുന്ന സംസ്കാരത്തെയാണ്, ജനസംസ്കാരത്തെയാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന് വിശേഷിപ്പിച്ചത്. മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം നമ്മൾ നേരത്തെ കേട്ടു, ബിറ്റ്വീൻ 2 rivers, 2 നദികൾക്കിടയിലുള്ളത്. അന്നേരം മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നദികൾക്കിടയിലുള്ള സംസ്കാരം. ഇത് നമ്മുടെ പല BSc SSC പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. 2 നദികൾക്കിടയിലുള്ള സംസ്കാരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതിനെ എന്ന് ചോദിച്ചാൽ അത് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഒരു ഭാഗത്ത് ടൈഗ്രീസ് നദി, മറുഭാഗത്ത് യൂഫ്രട്ടീസ് നദി. ഈ 2 നദികൾക്കിടയിൽ ഒരു വിശാലമായ ഒരു ഭൂപ്രദേശം നിലനിൽക്കുന്നു. ആ ഭൂപ്രദേശത്ത് അധിവസിക്കുന്ന ജനസംസ്കാരത്തെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന് വിശേഷിപ്പിച്ചു. ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ആധുനിക രാജ്യമായിരുന്നു ഇന്നത്തെ നമ്മുടെ ഇറാഖ് എന്നറിയപ്പെടും. അങ്ങനെ വന്നപ്പോൾ ഈ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ വസ്തുത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസപ്പൊട്ടോമിയൻ നിവാസികൾക്ക് ഈ നമ്മുടെ സിന്ധു നദീതട നിവാസികളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു, ലോത്തൽ വഴി വ്യാപാര ബന്ധമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തി. അതിന് ഏറ്റവും വലിയൊരു എവിഡൻസ് പിൽക്കാലത്ത് നമ്മുടെ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ നിന്ന് ലഭിച്ചു, ഇറാഖിൽ നിന്ന് ലഭിച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസപ്പൊട്ടോമിയൻ നിവാസികൾ മെലൂഹ എന്ന് വിശേഷിപ്പിച്ച പ്രാചീന സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം. മെസപ്പൊട്ടോമിയൻ നിവാസികൾ മെലൂഹ, MELUHA, മെലൂഹ. മെസപ്പൊട്ടോമിയൻ നിവാസികൾ മെലൂഹ എന്ന് വിശേഷിപ്പിച്ച പ്രാചീന സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്ധു നദീതട സംസ്കാരമാണ്. ഇതെന്താണ് അങ്ങനെ കണ്ടെത്താനുള്ള എവിഡൻസ് ലഭിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെസപ്പൊട്ടോമിയയിൽ നിന്ന് ലഭിച്ച ചില രേഖകൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാചീന മെലൂഹയുമായി പുരാവസ്തു ഗവേഷകർക്ക് വ്യാപാര ബന്ധമുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തി. ഈ മെലൂഹ ഏത് എന്നുള്ളൊരു പുനരന്വേഷണത്തിൽ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയതായിരുന്നു മെലൂഹയായിരുന്നു സിന്ധു നദീതട സംസ്കാരം. പക്ഷേ നമ്മൾ 1921 ശേഷം പുരാവസ്തു ഗവേഷകർ നമുക്ക് പറഞ്ഞു തന്ന പേരാണ് നമ്മളും ഇപ്പോൾ പഠിക്കുന്നത്. സിന്ധു നദിയിലും അതിന്റെ താഴ്വരകളിലുമായി വ്യാപിച്ചു കിടന്ന സംസ്കാരം എന്നത് സിന്ധു നദീതട സംസ്കാരം. പക്ഷെ പണ്ട് ഇതിന് എന്തെങ്കിലും വേറൊരു പേരായിരിക്കും നിലനിന്നിരുന്നത്. ആ പേര് നമുക്ക് ഇന്ന് അജ്ഞാതമായതിന്റെ പേരിലാണ് നമ്മൾ പുരാവസ്തു ഗവേഷകർ ഇന്ന് നൽകിയിട്ടുള്ള പേരും നമ്മൾ ഇപ്പോഴും പഠിക്കുന്നത് സിന്ധു നദീതട സംസ്കാരം. പക്ഷേ മെസപ്പൊട്ടോമിയൻ നിവാസികൾ ഈ സിന്ധു നദീതട സംസ്കാരത്തെ എന്ത് പേരിട്ടാണ് വിശേഷിപ്പിച്ചത് വെച്ചാൽ മെലൂഹ എന്ന വിളിപ്പേരിലാണ് വിശേഷിപ്പിച്ചത്. അല്ലെ? അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇനി കുറേയേറെ എവിഡൻസുകളിലൂടെ നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. അന്നേരം ഇന്ന് നമ്മൾ കേട്ട ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പൂർണ്ണമായും ഫലപ്രദമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതിൻ്റെ ഗുണഗണങ്ങൾ മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്താൻ ഒരു ശ്രമം നടത്തൂ. നമസ്കാരം.